ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രേക്കപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സാധാരണ ഈ ബ്രേക്കപ്പ് രണ്ട് രീതിയിലാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് നല്ല സീരിയസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നവരും പിന്നെ താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടും ബ്രേക്കപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ബ്രേക്കപ്പ് എങ്ങനത്തെ രീതിയിലുള്ള ഒരു ബ്രേക്കപ്പ് ആണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് സാധാരണ ഒരു താൽക്കാലികമായൊരു ബ്രേക്കപ്പ് ആണോ എന്നും തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആകണം, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയോട് ബ്രേക്കപ്പ് പറഞ്ഞ് അത് അവിടെ അവസാനിപ്പിച്ചു. ഇന്നിരുന്നാൽ പോലും അവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളിങ്ങനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് പറഞ്ഞത് നിങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുള്ള ടൈമിലായിരിക്കും ആ ഒരു ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ബ്ലോക്ക് ആക്കി പോയാലും അവർ നിങ്ങളെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവർ നിങ്ങളോടുള്ളൊരു ഇഷ്ടം പറയാതെ പറയാണ്. കാരണം ഇങ്ങനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടും നിങ്ങളെ മെസ്സേജ് ചെയ്തുകൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങളോട് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു ബ്രേക്കപ്പ് ആണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അവർ ഈ ഒരു ബ്രേക്കപ്പ് പറഞ്ഞെങ്കിലും നിങ്ങളുടെ ആ ഒരു നോർമൽ ആ ഒരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോട്ട് പിന്നെയും തിരിച്ചു പോകാനുള്ളൊരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഈ പാർട്ട്ണർ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ബ്രേക്കപ്പിൻ്റെ കാര്യങ്ങളോ അങ്ങനെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ അവർ നന്നായിട്ട് റിയാക്ട് ചെയ്യും. അതുപോലെ തന്നെ അവർ നല്ല രീതിയിൽ ചൂടാവും എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങളെ പാർട്ട്ണറിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യാനോ അല്ലാതെ ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സീരിയസ് ആയിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കാനോ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. കാരണം നിങ്ങളിങ്ങനെ ഈ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും അവർ ആ ചൂടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ പിരിയാൻ അവർക്ക് പറ്റില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ ഈ ബ്രേക്കപ്പിൻ്റെ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേനും അവർ പെട്ടെന്ന് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പേഴ്സണെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാണുകയെന്നുണ്ടെങ്കിൽ അവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. തേർഡ് പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങൾ രണ്ടുപേരും ബ്രേക്കപ്പ് എന്നുള്ളൊരു ഡിസിഷൻ എടുത്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നെടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ആ ബ്രേക്കപ്പ് എടുത്തതിന് ശേഷം ഒരു 2-3 ദിവസം അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജും കോളൊക്കെ വരാം. ഒരുപാട് അവർ സങ്കടപ്പെട്ടിട്ട് ഒരുപാട് അവർ ഇമോഷണലായ കുറേ മെസ്സേജും കോളൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് അവർക്ക് നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യാൻ ഒട്ടും ഒരു താല്പര്യമില്ല എന്ന് തന്നെയാണ്. കാരണം അവർക്ക് ബ്രേക്കപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു നേരത്തെ എന്തോ ഒരു ദേഷ്യം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചു പോയിക്കൊണ്ടിരിക്കുക. കൂടാതെ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ അവർ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന രീതിയിലുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും നിങ്ങളോടുള്ള ഒരു സീരിയസ് ബ്രേക്കപ്പിന് താല്പര്യമില്ല. ആ ഒരു ബ്രേക്കപ്പ് വെറും ഒരു താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പ് ആയി. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും, ഇപ്പോൾ പാർട്ട്നേഴ്സിന് രണ്ടുപേർക്കും കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ആ ഒരു കോമൺ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരറിയാൻ ശ്രമിക്കും. നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളെ കറൻ്റ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവരുമായി അറിയാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു താൽക്കാലികമായ ബ്രേക്കപ്പ് മാത്രമാണ്. കാരണം സീരിയസ് ആയിട്ടാണ് അവർ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ നല്ല കാര്യങ്ങൾ അവർ വേറൊരു വ്യക്തിയോട് പോയി പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊന്നും വേറൊരു വ്യക്തിയുമായി ചർച്ച ചെയ്ത് അത് അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ടും പിന്നെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ നടന്ന അച്ചീവ്മെൻറ്റ്സ് ഒക്കെ അവർ വേറെ ഒരാളുമായി ഷെയർ ചെയ്യുകയാണ് എന്ന രീതിയിലൊക്കെ നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് വെറും താൽക്കാലികം മാത്രമാണ്. അത് സീരിയസ് ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് അല്ല. കാരണം നിങ്ങളെ വിട്ട് അവർക്ക് പിരിയാൻ പറ്റില്ല എന്നതിനുള്ള ഒരു തെളിവും കൂടിയാണിത്. കാരണം ബ്രേക്കപ്പ് ആയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ പോയി ചോദിക്കേണ്ട കാര്യമില്ല. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു. അവർ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ അവർക്ക് അത്രയും ഇഷ്ടമാണ് എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ എന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ താങ്ക് യു.